ഫിഫ ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ഇഞ്ചുറി ടൈമിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലി നേടിയ ഗോളാണ് ബ്രസീലിന് ജയമൊരുക്കിയത്. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പവർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങനെ വേൾഡ് കപ്പിലെ ലോകം ഉറ്റുനോക്കിയ റൗണ്ട് ഓഫ് 32 ഒരു മത്സരം കഴിഞ്ഞിരിക്കുന്നു. ജപ്പാൻ വേഴ്സസ് ബ്രസീൽ. നമുക്കറിയുന്ന പോലെ ലോക ഫുട്ബോളിലെ രാജാക്കന്മാരായ ബ്രസീൽ നമ്മുടെ ഏഷ്യയുടെ ഫുട്ബോൾ മുഖം എന്നാണ് പറയാൻ പറ്റുന്ന ജപ്പാനെ ഏറ്റുമുട്ടിയപ്പോൾ 2-1 ബ്രസീൽ ജപ്പാനെ തകർത്ത് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം ഈ മത്സരത്തിൽ ഇവർ രണ്ടുപേരും ഇതിനു മുന്നേ കഴിഞ്ഞ ഒക്ടോബറിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു സൗഹൃദ മത്സരത്തിൽ ഏറ്റുമുട്ടിയ ജപ്പാനായിരുന്നു വിജയം. ജപ്പാൻ പറയുന്നത് പോലെ തന്നെ ഗ്രൂപ്പ് എഫിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നെതർലൻഡിനെ 2-2 സമനിലയിൽ തളച്ചു. അതുപോലെ തന്നെ സ്വീഡനോടൊരു സമനിലയും ടുണേഷ്യയോട് ഒരു നല്ല വിജയം നേടി. അങ്ങനെ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തായിരുന്നു ബ്രസീലിനെ ഏറ്റുമുട്ടാൻ എത്തിയത്. പക്ഷെ ആ ഒരു മത്സര വീര്യമൊന്നും ബ്രസീലിനോട് ജപ്പാന് പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും ഈ മത്സരത്തിൽ. കാരണം ജപ്പാൻ ഒരു ഗോൾ നേടിയിരുന്നു. 1-2 ബ്രസീലിനോട് പരാജയപ്പെടുത്തി. എന്നിരുന്നാലും ജപ്പാന്റെ ഒരു നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു മുന്നേറ്റങ്ങളോ അല്ലെങ്കിൽ ജപ്പാന്റെ ഒരു തനതായ ശൈലിയിലുള്ള ഒരു സ്പീഡി ആയിട്ടുള്ള ഒരു ഹൈ ടെമ്പോ ഫുട്ബോളോ നമുക്ക് കാണാൻ സാധിച്ചില്ല ഈ മത്സരത്തിലേക്ക് വന്നാൽ പതിവ് പോലെ നല്ലൊരു നിരയുമായി തന്നെയാണ് ബ്രസീൽ ഇറങ്ങിയത്. മുന്നേറ്റ നിരയിൽ റയാനും കൂനയും വിനീഷ്യസ് ജൂനിയറുമായിരുന്നു. മധ്യനിര നിയന്ത്രിച്ചത് കസമേറോ ആയിരുന്നു. അതുപോലെ തന്നെ പിന്നേറ്റ നിരയിൽ മാർക്കിനസും ഗബ്രിയേൽ മാഗാലഷും ഡാനിലോയും സന്തോഷും ഉണ്ടായിരുന്നു. അലിസൺ ബെക്കർ വല കാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നല്ലൊരു നിരയുമായി തന്നെയാണ് ബ്രസീൽ ഇറങ്ങിയത്. നല്ലൊരു നിര തന്നെയായിരുന്നു ജപ്പാന്റെതും. മറുഭാഗത്ത് ജപ്പാന്റെ സിയോൺ സുസുക്കി, വലകാത്തു, അയസെ ഉദയ, ടെൻസൻ മദേയ എന്നിവർ ഫോർവേഡിലും മുന്നേറ്റ നിരയിലും ഒരുക്കിയ നല്ലൊരു നിര. പക്ഷേ മത്സരത്തിൽ ആദ്യ പകുതി നമുക്ക് എടുത്തു നോക്കിയാൽ തന്നെ മത്സരത്തിൽ ജപ്പാൻ കളിച്ചത് ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ ജപ്പാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതേ ഇല്ല. കൂടുതലും പന്ത് നിയന്ത്രിച്ച് കളിച്ചത് ബ്രസീലായിരുന്നു. ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ മാത്രമായിരുന്നു. എന്നിരുന്നാലും ജപ്പാൻ ഒരു ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. ജപ്പാന്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ ആദ്യ പകുതിയിൽ അവർ ഡിഫെൻസീവ് ബാലൻസ് ചെയ്ത് ബോളിനായി കാത്തു നിൽക്കുന്നത്, ഒരു വെയിറ്റ് ചെയ്ത് ഡിഫെൻസ് ചെയ്യുന്ന ഒരു ജപ്പാനെയാണ് കാണാൻ സാധിച്ചത്. അല്ലാതെ അവർ പ്രസ് ചെയ്ത് ബോൾ കൈക്കലാക്കുന്ന ജപ്പാനെയോ അതിലൂടെ ഒരു ബിൽഡപ്പ് പ്ലേ കളിക്കുന്ന ജപ്പാനെയോ നമുക്ക് ആദ്യ പകുതിയിൽ കാണാനേ സാധിച്ചില്ല. അവർ മിഡ്ഫീൽഡോ അല്ലെങ്കിൽ ഫോർവേഡോ അങ്ങനെയുള്ളൊരു കളിയിലേക്ക് നീങ്ങുന്നതായി നമുക്ക് ആദ്യ പകുതിയിൽ കാണാനേ സാധിച്ചില്ല. മറുവശത്ത് ബ്രസീലാകട്ടെ ബോൾ പൊസിഷൻ കീപ്പ് ചെയ്ത് പരമാവധി ജപ്പാന്റെ ഹാഫിൽ തന്നെ കളി കൊണ്ടുവരാൻ ബ്രസീലിന് കഴിഞ്ഞു. എന്നിരുന്നാലും പറയത്തക്ക വലിയ ആക്രമണങ്ങൾ ബ്രസീലിന് നടത്താൻ കഴിഞ്ഞില്ല. ആകെ 13ാം മിനിറ്റിൽ കൂന നടത്തിയ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ഔട്ട്സൈഡ് ബോക്സിൽ. അത് സിയോൺ സുസുക്കി ഒരു ഫുൾ ടൈമിലൂടെ സേവ് ചെയ്യുന്ന കാഴ്ച കണ്ടു. പിന്നീട് 29ാം മിനിറ്റിലായിരുന്നു ബ്രസീലിനെ ഞെട്ടിച്ചുകൊണ്ട് ജപ്പാൻ ഗോൾ നേടിയത്. അവരുടെ 24 നമ്പർ താരം മധ്യനിര താരം സാനു ബ്രസീലിന്റെ ഒരു മുന്നേറ്റത്തിൽ നിന്ന് കിട്ടിയ പന്ത് തന്നെ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്ത് നിന്ന് ഒരു സോളോ മുന്നേറ്റത്തിലൂടെ ഡ്രിബിളിലൂടെ പന്ത് ഡി ഏരിയയിൽ നിന്ന് 18 ബോക്സിന് പുറത്ത് നിന്ന് ഒരു ഷോട്ടിലൂടെ ഗോളാക്കുകയും ചെയ്തു. ഒരു റൈറ്റ് ഫുട്ട് ഷോട്ടിലൂടെ ഗോളാക്കുകയും ചെയ്തു. അങ്ങനെ 1-0 ജപ്പാൻ മുന്നിലെത്തി. ആദ്യ പകുതി ഒരു വിരസരമായി തന്നെ, ആ ഒരു ഗോൾ എന്ന് വെച്ചാൽ ഇരു ടീമുകളും കാര്യമായി അറ്റാക്കൊന്നും നടന്നത് ആദ്യ പകുതി അവസാനിച്ചു. 2ാം പകുതിയിലേക്ക് കടന്നാൽ 2ാം പകുതിയിൽ പക്കേറ്റോക്ക് പരണം ഹെൻഡ്രിക്ക് വന്നു. ഹെൻഡ്രിക്കിനെ ഇറക്കി 45 മിനിറ്റ് ഹെൻഡ്രിക്കിന്റെ ഒരു കളിയുടെ ഗതി തന്നെ മാറ്റിയെന്ന് പറയാം. കളി കുറച്ചുകൂടി സ്പീഡായി, അറ്റാക്കിങ്ങിന് സ്പീഡ് കൂടുന്നൊരു കാഴ്ച. ഫസ്റ്റ് ഹാഫിൽ നിന്ന് അപേക്ഷിച്ച് ബ്രസീലിന്റെ അറ്റാക്കിന് കുറച്ചുകൂടി ഇന്റൻസിറ്റി കൂടിയൊരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. അതിന്റെ ഫലം വന്നാൽ 51ാം മിനിറ്റിൽ ഒരു ബ്രസീലിന്റെ ഒരു മുന്നേറ്റത്തിൽ കസിമേറോയുടെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു. ഗോൾ എന്നുറപ്പിച്ച ഒരു ഹെഡർ സിയോൺ സുസുക്കി സേവ് ചെയ്തു. അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്കും ബോക്സിലേക്ക് ഇരിച്ചു കയറുന്ന ബ്രസീലിനെ മാത്രമാണ് കാണാൻ സാധിച്ചത്. 59ാം മിനിറ്റിൽ അതിന്റെ ഫലമെന്നോളം ഗബ്രിയേൽ മഗാലഷിന്റെ ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു ക്രോസിൽ നമ്മുടെ മധ്യനിര താരം കസമേറോ ഒരു 6 യാർഡ് ബോക്സിന് മുന്നിൽ വെച്ച് ഒരു പവർഫുൾ ഹെഡറിലൂടെ സമനില ഗോൾ നേടുകയും ചെയ്തു. അങ്ങനെ സമനില വഴങ്ങിയിട്ടും ജപ്പാന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു കൗണ്ടർ അറ്റാക്കോ അല്ലെങ്കിൽ ഒരു നല്ലൊരു മുന്നേറ്റങ്ങളോ ഒന്നും തന്നെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചില്ല. അങ്ങനെ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ 90+6 മിനിറ്റിൽ 65ാം മിനിറ്റിൽ പകരക്കാരനായി മാത്രം ഇറങ്ങിയ മാറ്റിഷ് കൂനക്ക് പകരക്കാരനായി ഇറങ്ങിയ മാർട്ടിനെല്ലിയുടെ ഒരു
ഗോളിലൂടെ ബ്രസീൽ വിജയവും കണ്ടെത്തി. ഗോളിന് വഴിയൊരുക്കിയത് ബ്രൂണോ ഗുമറേസ് ആയിരുന്നു. അങ്ങനെ ഡി ഏരിയയുടെ അടുത്തുനിന്ന് ബ്രൂണോ ഗുമറേസ് നൽകിയ ഒരു പന്ത് ബോക്സിനകത്ത് വെച്ച് മാർട്ടിനെല്ലി അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2-1 ബ്രസീൽ വിജയിക്കുകയും ചെയ്തു. മത്സരത്തിൽ എടുത്തു പറയേണ്ട പ്രകടനം കാഴ്ചവെച്ചു സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ. അദ്ദേഹത്തിന്റെ സോളോ ആയിട്ടുള്ള ഒരു വേൾഡ് ക്ലാസ് ഡ്രിബിൾ നമുക്ക് 51-ാം മിനിറ്റിൽ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ മധ്യനിര നിയന്ത്രിച്ച് കൂടുതൽ പന്തുകൾ അറ്റാക്കിങ്ങിലേക്ക് എത്തിക്കാൻ കാസിമേറോയ്ക്ക് സാധിച്ചു. അദ്ദേഹം ഒരു പവർഫുൾ ഹെഡറിലൂടെ ഒരു ഗോളും നേടി. അങ്ങനെ മാൻ ഓഫ് ദ മാച്ച് ആവുകയും ചെയ്തു. ജപ്പാന്റെ ഒരു പോരാട്ട വീരം കാണാത്തൊരു മത്സരമായിരുന്നു. അതുപോലെ തന്നെ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ച ബ്രസീൽ ഐവറി കോസ്റ്റ് നോർവേ മത്സരത്തിലെ വിജയികളുമായി ഏറ്റുമുട്ടും.